നമ്മൾ മറ്റ് പ്ലാവിൽ നോക്കിയാൽ ഇപ്പൊ ഈ പ്ലാവിന് നോക്കിയാൽ ഇല നിൽക്കണുണ്ട്. നല്ല ഉഷാറിൽ നല്ല ആരോഗ്യമുള്ള ചെടിയാ, ഒരു കുഴപ്പമില്ല. അതിന്റെ കടയ്ക്ക് ചക്കയുണ്ട്. അതെ അതെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പലര് നമ്മളോട് ചോദിച്ച ചോദ്യമാണ് പ്ലാവിന്റെ ഇല കൊഴിഞ്ഞു പോണു, അപ്പോൾ ചക്ക ഉണ്ടായത് വീണ് പോണു. അതിനൊക്കെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ ഫംഗസ് കാരണമാണ്. ഇതിപ്പോൾ നമ്മളുടെ ഈ പ്ലാവ് ചക്ക ഉണ്ടായ പ്ലാവാണ്. വേറെയും ചക്കകൾ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നു, ഇതിലൊക്കെ ചക്ക ഉണ്ടായിരുന്നതാണ്. അതൊക്കെ കൊഴിഞ്ഞു പോയി, ഇല കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മളിത് ഒരുപാട് ദിവസമൊന്നും വേണ്ടേ. ഞങ്ങൾ എറണാകുളം പോയി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന്, അപ്പോൾ 2 ദിവസം ഇവിടെ വന്നില്ല. ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു വാട്ടവും കാര്യങ്ങളും കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി പന്തികേടാണെന്ന്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ വന്ന് വേഗം മറ്റേ സാഫ് അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ബോർഡോ മിശ്രിതോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൈവശമുള്ള സാധനം എത്രയും പെട്ടെന്ന് ചെടിയിൽ ഫുള്ളായിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴെയും സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല താഴെയൊക്കെ അടിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ശരിക്കും വീഴത്തക്ക രീതിയിൽ ഇതിൻ്റെ കടയ്ക്ക് ഒക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുത്താൽ അപ്പം സാധാരണ അവർ പറയണത് 1 ലിറ്ററിന് 2 ഗ്രാം. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വല്പം കൂട്ടി കൊടുക്കും. ഞാനിപ്പോൾ ഇതിന് 4 ഗ്രാം കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ പ്ലാവ് പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കൊല്ലത്തെ വളർച്ചയും കാര്യങ്ങളും എല്ലാം പോയി, ചക്ക പോയി, എല്ലാം പോയി. പക്ഷേ ചിലപ്പോൾ 90% പിടിച്ച് കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ട്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കിത് പിന്നെയും വളർന്ന് നല്ല ലെവലിലേക്ക് കിട്ടാൻ ചാൻസും ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഇലകളെല്ലാം പോയി. പക്ഷേ ഇതൊക്കെ കണ്ട, അത് നമ്മൾ പെട്ടെന്ന് മരുന്ന് കൊടുത്ത കാരണം. ഫംഗസ് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട, നമ്മൾ വാട്ടം കണ്ടു കഴിയുമ്പോഴേക്കും ഈ ചെടീനെ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാവും. ചെറിയ വാട്ടം എന്ന് പറഞ്ഞപ്പോൾ ഉച്ച നേരത്താണ് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വാട്ടം, അത് നമ്മൾ മറ്റുള്ള പ്ലാവുകളെയും ശരിക്കും പ്ലാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നവർക്ക് അത് കണ്ടപ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ വളമിടലും മൂടലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം ഞങ്ങൾ 2 ദിവസം ഇവിടേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം വന്ന പണിക്കാരും കാര്യങ്ങളുമായിട്ട് പ്ലാവുകൾക്ക് വളമിടലും മാങ്കോസിന് വളമിടലൊക്കെ ആയിട്ട് നിൽക്കണതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഈ പ്ലാവിന് പന്തികേട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പണീനെ ആളോടും പറഞ്ഞു, ഇങ്ങനെ ഇത് വാട്ടം ഉണ്ടല്ലോടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞു ചെറിയൊരു വാട്ടം പോലെ എന്നുള്ളൂ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വലിയ വാട്ടമൊന്നും ഇല്ല. അത് കണ്ടിപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ പന്തികേടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ ഉച്ച കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം കാലത്ത് ഞാൻ സാപ്പ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഈ സാധനം, അത് അടിച്ചു കൊടുക്കുകയും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അത്രയൊക്കെ ചെയ്തിട്ടും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇലകൾ ഭൂരിഭാഗവും പൊഴിച്ചു. ആ കണ്ടീഷനിൽ നിന്നു. ഞാനിപ്പോൾ വീണ്ടും ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും 4-3 ദിവസമായുള്ളൂ, വീണ്ടും ഒരു വട്ടവും കൂടി നമ്മൾ ഇതിനെ അടിച്ചു കൊടുത്തു. അപ്പോൾ പഴയ കംപ്ലൈൻറ്റ് വന്ന ഇലകളെല്ലാം പോയി, ചക്കകളെല്ലാം കൊഴിഞ്ഞു, ആ ചക്കയും കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ കണ്ട ഇതിനൊക്കെ ചെറിയൊരു വെക്ക കാണുന്നത് കാരണം ആ ഫംഗസിൻ്റെ ആക്രമണം ഇതുമേന്ന് മാറിയിട്ടുണ്ട്, ഫംഗസ് എല്ലാം പോയിട്ടുണ്ട്. കാരണം നമ്മൾ മരുന്ന് 2 പ്രാവശ്യം കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു പ്രതീക്ഷ സാധനം പിടിച്ച് കിട്ടാം, ചിലപ്പോൾ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഓസ്ട്രേലിയയിലുള്ള ഒരാൾ നമ്മളോട് ഇതുപോലെ പ്ലാവിൻ്റെ ഫോട്ടോ ഇട്ട് തന്നു. അത് ഇത്രയും ഇലകൾ പോയിട്ടില്ല, ഭൂരിഭാഗം ഇലകൾ പോയി, നല്ല വലിപ്പമുള്ള ഒരു പ്ലാവ്, നിറയെ ചക്കയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് വേഗം ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഇല പൊഴിക്കുന്നു അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ പല കാരണങ്ങളാൽ ഇല പൊഴിക്കാം. ഇപ്പോൾ വേനൽക്കാലം ആണെങ്കിൽ നന കുറഞ്ഞ ആവശ്യത്തിന് ചെടിക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ചെടി ഇലകൾ പഴുത്ത് പൊഴിഞ്ഞു പോകും. അത് ഫംഗസ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇലയ്ക്ക് വാട്ടവും കാര്യങ്ങളും കണ്ടിട്ട് ഇല പൊഴിക്കുകയാണെങ്കിൽ ഫംഗസാണ്. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ചെടിക്ക് ഫംഗസ് ആണോ എന്നുള്ളത് ഇലയ്ക്ക് വാട്ടം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇല പൊഴിച്ച് പോവുകയും കാര്യങ്ങൾ. അപ്പോൾ ഈ വാട്ടം സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പം മരുന്ന് കൊടുത്തോളണം. അതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലൈൻറ്റ് വരാൻ നിൽക്കാതെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഈ സാഫോ ബോർഡോ മിശ്രിതോ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് കൊടുത്താൽ നമ്മളെ ചെടിക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ചെടിക്ക് കംപ്ലൈൻറ്റ് വരാൻ നോക്കിയിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ ചെടി പോകും. അപ്പോൾ വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ഈ സീസൺ മഴ തന്നെ, അപ്പോൾ ഫംഗസും കാര്യങ്ങളും കയറാൻ കൂടുതൽ ചാൻസാണ്. നമ്മൾ മുൻകരുതൽ എന്ന ലെവലിൽ ഇതുപോലെ ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ പ്ലാവിനുള്ള പോലെ മറ്റ് ചെടികൾക്കില്ല. ശരിക്കും നമ്മളുടെ മാങ്കോസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊന്നും കാര്യമായിട്ടില്ല. ശരിക്കും കീടശല്യവും കാര്യങ്ങളും കുറവുള്ള ചെടിയാണ്, നല്ല നിസ്സാരം കംപ്ലൈൻറ്റുകളൊക്കെ വരാറുള്ളൂ. പക്ഷേ പ്ലാവ് അങ്ങനെയല്ല. ഏത് നിമിഷവും എത്ര ചക്കയുണ്ടായി നിൽക്കുന്നതായാലും നിസ്സാര ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പ്ലാവ് മൊത്തം ഈ പരുവത്തിലാകും. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി വയ്ക്കുക. പ്ലാവിന് 2 മാസം കൂടുമ്പോൾ സ്വല്പം ബോർഡോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്ലാവിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല.
പിന്നെ പ്ലാവിൻ്റെ കിടക്കിയ കാര്യമായിട്ട് പൊത കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. പൊതയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ കയറി വരാൻ എളുപ്പമാണ്. ഞങ്ങളിവിടെ ചെയ്തേക്കണതെന്ന് പറഞ്ഞപ്പോൾ പ്ലാവിനൊക്കെ വളം ഇട്ടേക്കണതാണ്. എല്ലാ ചെടികൾക്കും വളം ഇട്ടുണ്ട്. പ്ലാവിനൊന്നും ഒരു ഇത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ചുരുക്കമെന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാവിനും ഈ ചെറിയ അപ്പോൾ അതുപോലെ ആ പ്ലാവിന് കണ്ട പ്രോബ്ലം ഈ പ്ലാവിനും ചെറിയ തോതിൽ ഏറ്റിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇലകൾക്കും ചെറിയൊരു വാട്ടവും കാര്യങ്ങളും കണ്ടു. അപ്പോൾ അത് കാണുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ഈ ഇലകൾ ഒഴിച്ച് കിടക്കണുണ്ട്. ഇത് നമ്മളിപ്പോൾ മരുന്നും കാര്യങ്ങളും ഇതിന് കൊടുത്ത കാരണമാണ് വലിയ ഗഡുവിലേക്ക് പോവാതെ വലിയ കംപ്ലൈൻ്റ് ഇല്ലാതെ നിൽക്കണം. അല്ലെങ്കിൽ ഇതും അതുപോലെ തന്നെയാവും. ഈ പാർട്ടിയിലുള്ള ചെടികൾക്കെല്ലാം നമ്മൾ 2 വട്ടം സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പുറത്തെ പറമ്പിലൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തുള്ളൂ. 2-ാം ദിവസം വന്നപ്പോഴേക്കും മഴക്കാരും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ സ്പ്രേ ചെയ്തില്ല. കാരണം അവിടുത്തെ ചെടികൾക്കൊന്നും പ്രോബ്ലം ഇല്ല. ഒരു വട്ടം കൊടുത്തതാണ്. എന്നാലും ഈ മഴയുടെ വലിയ ശല്യം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ കൊടുക്കും. അടുത്ത മാസം വീണ്ടും മഴയുടെ ഇപ്പോൾ ജൂണിൽ മഴ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു വട്ടവും കൂടി ഇത് കൊടുക്കും. പിന്നെ ഇപ്പം നമ്മൾ കൊടുത്തേക്കണ വളമെന്ന് പറഞ്ഞാൽ ചാണകമാണ്, പച്ച ചാണകം. അപ്പോൾ കൂടുതൽ ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തായാലും ഈ കംപ്ലയിൻറ്റ് കണ്ടില്ലെങ്കിലും ഞാനിങ്ങനെ ബോട്ടോ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന സംഭവമാണ്. അപ്പോഴേക്കും ആ വളം ഇടണയ്ക്ക് മുമ്പ് തന്നെ ഈ ചെടികൾക്ക് കംപ്ലയിൻ്റായി. പിന്നെ നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കടക്കയിൽ നിന്ന് ഇത്തിരി അകത്തിയിട്ട് കൊടുക്കാം. കടയ്ക്ക തന്നെ മുട്ടിച്ചിട്ട് കൊടുക്കാതിരിക്കും. ഇതിനൊരു വാട്ടം അല്ലേ, ഇതിന്റെ ഇലകൾക്കൊരു കംപ്ലൈന്റ് മാറി വന്നതാ. കാരണം കംപ്ലൈന്റ് തളർച്ച പോലെ അത് ചെറുത്, അതാണ് ഇതിന്റെ സംഭവം ലക്ഷണം അല്ലേ. അത് നമ്മൾ മറ്റ് പ്ലാവിൽ നോക്കിയാൽ ഇപ്പൊ ഈ പ്ലാവിന് നോക്കിയാൽ ഇല നിൽക്കണണ്ട നല്ല ഉഷാറിൽ നല്ല ആരോഗ്യമുള്ള ചെടിയാ, ഒരു കുഴപ്പമില്ല. അതിന്റെ കടയ്ക്ക് ചക്കയുണ്ട്. അതെ അതെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പ്ലാവ് നട്ടിട്ടുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു അറിവ് മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പ്ലാവ് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓൾഡ് വീഡിയോസിൻ്റെ ലിങ്ക് തരാം. അപ്പോൾ ആദ്യമായിട്ട് കൃഷിലോകം ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു കൃഷി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.